മാറാക്കര പഞ്ചായത്ത് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് തുടക്കമായി. മാറാക്കര പഞ്ചായത്തിലെ മുഴുവൻ പൊതുസ്ഥലങ്ങളും വീടുകളും സർക്കാർ ഓഫീസുകളും കാടാമ്പുഴ ടൗണുമാണ് ശുചീകരിക്കുന്നത്. കാടാമ്പുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും തുടക്കം കുറിച്ച പരിപാടി മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഒരു യജ്ഞം തുടങ്ങുകയാണ്. നമ്മുടെ മാറാക്കരയിൽ ശുചീകരിക്കുക എന്നത് വീടുകൾ, സ്ഥാപനങ്ങൾ, പൊതുയിടങ്ങൾ, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, അംഗൻവാടികൾ, നമ്മുടെ മാറാക്കരയിലുള്ള മുഴുവൻ ഭാഗങ്ങളിലും മാലിന്യം ആയിട്ട് കിടക്കുന്നതെല്ലാം ശുചീകരിച്ച് നമ്മുടെ മാറാക്കരയെ ഒരു ക്ലീൻ മാറാക്കരയാക്കി മാറ്റാൻ ഉള്ള ഒരു യജ്ഞത്തിലാണ് എല്ലാവരും ഇന്ന് അതിനുവേണ്ടി റെഡി ആയിട്ടുണ്ട്. മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ മഴക്കാലപൂർവ്വ ശുചീകരണ ക്യാമ്പയിന് കാടാമ്പുഴ ബസ് സ്റ്റാൻഡിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നേങ്ങാടൻ തുടക്കം കുറിച്ചു. മാറാക്കര ഗ്രാമപഞ്ചായത്തിന്റെ മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായിട്ടോടെ വന്നു ചേർന്നിട്ടുണ്ട്. നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ അത് ഔദ്യോഗികമായിട്ട് അതിനൊരു പരിപാടി വെച്ചതെന്ന് മാത്രമാണ്. ഇതിനുള്ള എല്ലാവിധ പൂർണ്ണ പിന്തുണയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. നമ്മുടെ നാട് മാലിന്യത്തിൽ നിന്നും മുക്തമാകേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ അവസ്ഥയാണ്. അതിൽ ഒരു വിഭാഗം എന്നല്ല, എല്ലാ വിഭാഗം ആളുകളും മറ്റ് രാജ്യങ്ങളെയും മറ്റ് നാടുകളെയൊക്കെ മനസ്സിലാക്കി അവരൊക്കെ അതുപോലെ തന്നെ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രദേശങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും മാലിന്യ കൂമ്പാരങ്ങളാണ്. ആ രംഗത്ത് നിന്ന് മാറ്റം വരുത്തുക എന്നുള്ളതിനാണ് ഇത്തരം പരിപാടികൾ സർക്കാരുകളും പഞ്ചായത്തുകളും ഒക്കെ ചെയ്യുന്നത്. മഴക്കാല ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാടാമ്പുഴ ബസ് സ്റ്റാൻഡ് പരിസരം വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കൂടിയിട്ടുണ്ട്. ഇതിൽ കുടുംബശ്രീ പ്രവർത്തകരും അതുപോലെ തന്നെ ഹരിതകർമ്മസേന, നമുക്കറിയാം മാറാക്കരയുടെ ഹരിതകർമ്മസേന എന്ന് പറയുന്നത് മാറാക്കരയുടെ എല്ലാ വാർഡുകളിലും ശുചിത്വവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ടീമാണ്. ഈ ടീം അംഗങ്ങളുടെ പ്രവർത്തനത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും കൂടി ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ അതുപോലെ തന്നെ പുതിയ തലമുറയിലുള്ള ആളുകൾ, കോളേജിലുള്ള കുട്ടികൾ, നമ്മുടെ അങ്ങായിട്ടിലെ കുട്ടികൾ, ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതുതലമുറയ്ക്ക് ശുചിത്വത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, അതുപോലെ തന്നെ പൊതുസമൂഹത്തിന് ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നത് കൂടി അറിയിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊരു വലിയ പരിപാടിയായി, മഹത്തായ പരിപാടിയായി ഇത് നിലനിർത്തുന്നതിന് വേണ്ടി, ഇതിൻ്റെ ശുചിത്വം എന്നും തുടർച്ചയായി നിലനിർത്തുന്നതിന് വേണ്ടിയും ഈ പരിപാടിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മെഡിക്കൽ ഓഫീസർ, 14-ാം വാർഡ് കുടുംബശ്രീ അംഗങ്ങൾ, അതുപോലെ തൊഴിലുറപ്പിൻ്റെ ആളുകൾ, ഹരിതകർമ്മസേന, ആമിന ഐ.ടി.ഐയിലെ വിദ്യാർത്ഥികൾ, മറ്റെല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി മെഡിക്കൽ ഓഫീസർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേന പ്രവർത്തകർ, മറ്റ് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ശുചീകരണ പ്രക്രിയയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ആമിന ഐ.ടി.ഐയിലെ കുട്ടികൾ എല്ലാവരെയും ഈ ക്ലീൻ മാറാക്കര എന്നുള്ള ഒരു പ്രവർത്തനം സജീവമാക്കുന്ന ഈ പ്രവർത്തനത്തിലേക്ക് പങ്കെടുക്കാനെത്തിയ എല്ലാ കുട്ടികളെയും പഞ്ചായത്തിൻ്റെ പേരിൽ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ഹെൽത്ത് ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, വ്യാപാരി വ്യവസായി അംഗങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ, വിരോഷ്, കൃഷ്ണപ്രസാദ് എന്നീ അധ്യാപകരുടെ നേതൃത്വത്തിൽ 40ഓളം ആമിന ഐ.ടി.ഐ വിദ്യാർത്ഥികൾ അടങ്ങുന്ന സംഘമാണ് ശുചീകരണത്തിന് നേതൃത്വം നൽകിയത്. അടുത്ത ദിവസങ്ങളിലായി മുഴുവൻ വാർഡുകളിലും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തി പൂർത്തീകരിക്കും. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ.പി. കുഞ്ഞിമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ.പി. ജാഫർ അലി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി.വി. റാബിയ, അസിസ്റ്റന്റ് സെക്രട്ടറി ബി.ജി.എസ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സെബീല, ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഖുറേഷി, ഹെഡ് ക്ലർക്ക് ഷാജി, വ്യാപാരി വ്യവസായി പ്രതിനിധികളായ ബഷീർ പി, ജമാൽ, CDS പ്രസിഡന്റ് ഖദീജത്തുൽ കുബ്ര, ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരായ സൗമ്യ, ജെ, സാബിർ പാഷ, സ്റ്റാഫ് നഴ്സുമാരായ ഇന്ദു, രജനി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട വിഭവല്ലേ.
ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.